റിലേഷൻഷിപ്സിലുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്നുള്ളത്, ഒരു വ്യക്തികളിൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കരുത് എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് പറയാം. ബിക്കോസ് എല്ലാവരും ഒരു റിസീവർ ആയിരിക്കണം എന്നല്ല. ഇപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിനെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ മാക്സിമം ആ വ്യക്തിന് കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർക്കത് റിസീവ് ചെയ്യാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവണം എന്നില്ല. ആൻഡ് യു വിൽ ഗെറ്റ് ഹാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു 10 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഓഫ് പാലുണ്ടെന്ന് കരുതിക്കും. നിങ്ങൾ ഒരാൾക്ക് സെർവ് ചെയ്യാം. അവരുടെ കയ്യിലിരിക്കുന്നത് 100 ml കൊള്ളുന്ന ഒരു ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾ സെർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്താ പറ്റുക, ഇതത് സ്പോയിലായിപ്പോവും. അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ദേഹത്ത് വീഴുന്നു, അവരുടെ ചുറ്റുപാടും വീഴുന്നു, ആൻഡ് ദേ വിൽ ഗെറ്റ് സ്പോയിൽഡ്. അപ്പോൾ അവർ തിരിച്ച് വഴക്ക് പറയാൻ തുടങ്ങും. ആൻഡ് യു വിൽ ഗെറ്റ് ഹാം. ബിക്കോസ് നിങ്ങളുടെ കയ്യിലുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങൾ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്, ആൻഡ് തിരിച്ച് കിട്ടുന്ന റെസ്പോൺസോ. സോ ഇതുപോലാണ് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ കൊടുത്തോണ്ടേയിരിക്കുന്നു, അവിടുന്ന് തിരിച്ച് ബാക്കിൽ കിട്ടുന്നത് എന്താ, വേദനയാണ് കിട്ടുന്നത്. ഇവിടെ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് അവർക്ക് ആ ഒരു റിസീവിങ്, അത് സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല. അവർക്ക് ഇത്രയേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം, അവരുടെ പാത്രം അറിഞ്ഞ് നമ്മൾ വിളമ്പണം. ആ ഒരു 100 ml ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത്രയും മതി, നമ്മൾ അത്രയും കൊടുക്കുക. ആൻഡ് ബാക്കി എന്ത് വേണം, പ്രിസർവ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ സൂക്ഷിച്ച് വെക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് സെൽഫ് ലവ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങളുടെ സെൽഫ് ലവ് വളർത്തിയെടുക്കുക. നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോറായിട്ട് അവരുടെ പാത്രം തീരുമ്പോഴും നമ്മൾക്ക് അതിൽ നിന്ന് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമ്മൾ നോക്കും. അവർക്ക് എന്താണോ വേണ്ടത് അത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതർവൈസ് ഓൾവേസ് ഇറ്റ് വിൽ എൻഡ് ഇൻ എ ട്രോമ. സോ ഇതിൽ നിങ്ങൾ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. താങ്ക് യു സോ മച്ച്.